ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സുഗിയൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും പൊതുവേ മടിയുള്ളൊരു കാര്യമാണ് സുഗിയൻ്റെ പ്രിപ്പറേഷൻ. എന്നാൽ വളരെ എളുപ്പമുള്ളൊരു പലഹാരമാണ്. ആദ്യം തന്നെ 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചെറുപയർ കുക്കറിനകത്തേക്ക് ഇട്ട് വേകാനായിട്ട് വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വേകാനായിട്ട് വെച്ച സമയത്ത് നമ്മൾ ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ശർക്കര ആദ്യം തന്നെ പാനിയാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാനിയായി വന്ന ശർക്കര അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടവർക്ക് അതാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അതിനുള്ള മൈദാമാവ് എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തു. അപ്പോഴത്തേക്കും പയർ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കണേ. നമ്മൾ നേരത്തെ ആക്കി വെച്ച് ശർക്കരപ്പാനി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ പയർ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി അത് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. സുഗിയൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മധുരം ചേർക്കേണ്ടതില്ല കേട്ടോ. എപ്പോഴും കുറച്ച് മധുരമാണ് സുഗിയന് നല്ലത്. അങ്ങനെ ഇളക്കി ഈ ഒരു ടെക്സ്ചറൊക്കെ ആകുമ്പം ഇളക്കി നിർത്തി അത് വാങ്ങി വെക്കാവുന്നതാണ്. എന്നിട്ട് ഇത് തണുത്ത് കഴിഞ്ഞ് നമുക്ക് ബോൾ പിടിക്കാനായിട്ട് തുടങ്ങാം. കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി നമ്മൾ നേരത്തെ ആക്കി വെച്ച മാവിനകത്തേക്ക് ടിപ്പ് ചെയ്ത് സുഗിയൻ ഉണ്ടാക്കാവുന്നതാണ്. സുഗിയനുള്ള കോട്ടിങ് റെഡിയാക്കുമ്പം ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് തിക്കായിട്ടിരിക്കണേ. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ബോൾ മാവിനകത്ത് ടിപ്പ് ചെയ്ത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുഗിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ചായയൊക്കെ ഇട്ട് സുഗിയനൊക്കെ കഴിച്ചേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ.